30 ദിവസത്തിൽ കൂടുതൽ അമേരിക്കയിൽ താമസിക്കുന്ന വിദേശ പൗരന്മാർ സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് അല്ലെങ്കിൽ പിഴയും തടവും അനുഭവിക്കേണ്ടി വരുമെന്നും ആഭ്യന്തര സുരക്ഷാ വകുപ്പ്. എന്നാൽ ട്രംപിന്റെ ഈ നയം H1B അല്ലെങ്കിൽ സ്റ്റുഡന്റ് പെർമിറ്റ് പോലുള്ള വിസകളിൽ US-ലുള്ളവരെ നേരിട്ട് ബാധിക്കില്ല. എന്നാൽ H1B വിസയിലുള്ള വ്യക്തികൾക്ക് ജോലി നഷ്ടപ്പെട്ടാൽ നിർദ്ദിഷ്ട കാലയളവിനകം രാജ്യം വിട്ടില്ലെങ്കിലും നടപടി നേരിടേണ്ടി വന്നേക്കും. ഏറ്റവും പ്രധാനമായി 30 ദിവസത്തിൽ കൂടുതൽ US-ൽ താമസിക്കുന്ന വിദേശ പൗരന്മാർ ഫെഡറൽ ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഇത് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ പിഴയും തടവും ലഭിക്കാവുന്ന കുറ്റമാണ്. നിയമവിരുദ്ധരായ വിദേശികൾക്ക് ട്രംപ് നൽകുന്ന വ്യക്തമായ സന്ദേശം ഇപ്പോൾ തന്നെ പോകൂ, സ്വയം നാട് കടക്കൂ എന്നാണ്. വിദേശ പൗരന്മാർ അംഗീകാരമില്ലാതെ US-ൽ തങ്ങുന്നത് തടയുന്നതിനുള്ള നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ക്യാമ്പസ് ആക്ടിവിസത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം തള്ളിയ പ്രശസ്തമായ ഹാർവാർഡ് സർവകലാശാലയ്ക്കെതിരെ അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നു. സർവകലാശാലയ്ക്ക് നൽകിയിരുന്ന $2.2 ബില്യൺ ഗ്രാന്റ് ട്രംപ് ഭരണകൂടം മരവിപ്പിക്കുകയും ചെയ്തു. കൂടാതെ സർവകലാശാലയ്ക്ക് നൽകിയിരുന്ന $60 മില്യൺ കരാറും താൽക്കാലികമായി മരവിപ്പിച്ചിട്ടുണ്ട്. സർവകലാശാലയുടെ ഫെഡറൽ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും സർവകലാശാലയുടെ സ്വയം ഭരണത്തിലും ഭരണഘടനാ അവകാശത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ഹാർവാർഡ് പ്രസിഡന്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഒരു വശത്ത് മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാര യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് വിവാദം ക്ഷണിച്ചു വരുത്തുന്ന അടുത്ത നടപടിയുമായി ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. ജോ ബൈഡന്റെ ഭരണകാലത്ത് വിവിധ പ്രോഗ്രാമുകൾ പ്രകാരം അമേരിക്കയിൽ പ്രവേശിക്കാനും 2 വർഷത്തേക്ക് താൽക്കാലികമായി താമസിക്കാനും അനുമതി ലഭിച്ച നിരവധി പേരെയാണ് അടുത്തതായി ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. ഇവർക്ക് നിരവധി ആനുകൂല്യങ്ങളും ലഭിച്ചിരുന്നു. ജീവിച്ചിരിക്കുന്ന ഇത്തരം ആളുകളെ മരിച്ചവരായി പ്രഖ്യാപിച്ച് നാടുകടത്താനുള്ള നീക്കങ്ങളും ഒരു തരത്തിൽ ട്രംപ് നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ 6000-ത്തിലധികം ജീവിച്ചിരിക്കുന്ന കുടിയേറ്റക്കാരെയാണ് മരിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മരിച്ചവരായി പ്രഖ്യാപിച്ചവരുടെ നിയമപരമായുള്ള സാമൂഹിക സുരക്ഷാ നമ്പറുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ അമേരിക്കയിൽ ഒരു വിധത്തിലും ജീവിക്കാൻ അനുവദിക്കാതെ സ്വയം നാടുകടത്തലിന് വിധേയമാക്കാനും അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് നിർബന്ധിതമായി മടങ്ങാനും പ്രേരിപ്പിക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യം. US പൗരന്മാർക്കും സ്ഥിര താമസക്കാർക്കും താൽക്കാലികമായി ജോലി ചെയ്യുന്ന താമസക്കാർക്കും സർക്കാർ നൽകുന്ന 9 അക്ക നമ്പറുകളാണ് സാമൂഹിക സുരക്ഷാ നമ്പറുകൾ. വിവിധ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഈ നമ്പറുകളാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ നമ്പറുകൾ റദ്ദാക്കിയതോടെ ഇവർക്കിനി അമേരിക്കയിൽ ജോലി ചെയ്യാനോ ആനുകൂല്യങ്ങൾ നേടാനോ സാധിക്കില്ല. ഇവർക്ക് മറ്റ് സഹായങ്ങൾ ലഭിക്കാൻ കഴിയാത്ത സാഹചര്യവും ട്രംപ് ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. ബൈഡൻ സർക്കാരിന്റെ കാലത്ത് അമേരിക്കയിൽ പ്രവേശിച്ച കുടിയേറ്റക്കാരെ പിടികൂടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കം. CBP-1 ആപ്പ് ഉപയോഗിച്ച് രാജ്യത്തെത്തിയ കുടിയേറ്റക്കാരുടെ നിയമപരമായ പദവി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി റദ്ദാക്കിയിരുന്നു. ഏതാണ്ട് 9 ലക്ഷം കുടിയേറ്റക്കാരാണ് CBP-1 ആപ്പ് ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് എത്തിയത്. ഇവരെ ലക്ഷ്യമിടുന്നതിന്റെ ഭാഗമായാണ് 6000-ത്തോളം പേരെ മരിച്ചതായി പ്രഖ്യാപിക്കുന്ന പുതിയ വിവാദ നടപടി ട്രംപ് കൈക്കൊണ്ടത്. എന്തായാലും ഒരു തരത്തിലും കുടിയേറ്റക്കാരെ അമേരിക്കയിൽ അംഗീകരിക്കില്ല എന്ന നയമാണ് ട്രംപ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്.